നമസ്കാരം. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയമാണ് ഇപ്പോൾ. പാളത്തിൽ ഇറക്കിയ ഭൂരിഭാഗം സർവീസുകളും വൻ വിജയം നേടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ യാത്രയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായ ട്രെയിൻ വൈകലും പിടിച്ചിടലും ഒന്നുമില്ലാതെ പറഞ്ഞ സമയത്ത് എത്തി കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് നല്ല സൗകര്യങ്ങളോടെ എത്തിക്കുന്ന വന്ദേ ഭാരത് കഴിഞ്ഞ മറ്റൊരു ട്രെയിനിൽ നിന്ന് ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വിജയകരമായ വന്ദേ ഭാരതുകൾ ഇപ്പോൾ കോച്ചുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓക്യുപ്പൻസി ഉള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് 20 കോച്ചിലേക്ക് മാറിയത്. ടിക്കറ്റ് കിട്ടുന്നതിന് ഏറെ ബുദ്ധിമുട്ടുള്ള ഈ സർവീസിൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള 20 കോച്ചുകളോടെയുള്ള ട്രെയിനിന്റെ യാത്രയുടെ ആദ്യ ദിനം തന്നെ 100% ബുക്കിങ്ങുകളായിരുന്നു പൂർത്തിയായത്. ഇപ്പോഴത്തെ മറ്റ് 2 വന്ദേ ഭാരത് സർവീസുകൾക്ക് കൂടി അധിക കോച്ചുകൾ ലഭിക്കുകയാണ്. 8 കോച്ചുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 വന്ദേ ഭാരത് സർവീസുകൾക്കാണ് ഇരട്ടി കോച്ചുകൾ റെയിൽവേ അനുവദിച്ചിരിക്കുന്നത്. സൂര്യനെല്ലി, ചെന്നൈ എഗ്മോർ, തിരുനെൽവേലി വന്ദേ ഭാരത്, സെക്കന്ദരാബാദ്, വിശാഖപട്ടണം വന്ദേ ഭാരത് എന്നീ 2 സർവീസുകളാണ് 8-ൽ നിന്നും 16 കോച്ചിലേക്ക് ഉടൻ മാറുന്നത്. ഈ ട്രെയിനുകളിലെ ടിക്കറ്റ് ലഭ്യതയും ഇതോടെ ഇരട്ടിയാകുന്നതാണ്. തിരുനെൽവേലി, ചെന്നൈ എഗ്മോർ, തിരുനെൽവേലി വന്ദേ ഭാരത് ട്രെയിൻ നമ്പർ 20667, 20665 തിരുനെൽവേലി, ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത് ജനുവരി 15 ബുധനാഴ്ച മുതൽ 16 കോച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസായി ഓടുന്നതാണ്. നേരത്തെ ജനുവരി 11 മുതൽ സർവീസ് ആരംഭിക്കും എന്നായിരുന്നു ദക്ഷിണ റെയിൽവേ അറിയിച്ചിരുന്നത്. ഇതോടെ 16 കാർ തിരുനെൽവേലി, ചെന്നൈ എഗ്മോർ, തിരുനെൽവേലി വന്ദേ ഭാരതിൽ 14 ചെയർ കാറുകളും 2 എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുമാണുള്ളത്. ചെന്നൈ എഗ്മോർ, തിരുനെൽവേലി വന്ദേ ഭാരത് ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 2:45 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട രാത്രി 10:30 തിരുനെൽവേലി എത്തുന്നതാണ്. AC ചെയർ കാറിന് 1610 രൂപ, എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 3005 രൂപ എന്നിങ്ങനെയാണ് നിരക്ക് വരുന്നത്. 653 കിലോമീറ്റർ ഈ ട്രെയിൻ 7 മണിക്കൂർ 45 മിനിറ്റ് നേരത്തിൽ പിന്നിടും എന്നാണ് കണക്ക് കൂട്ടുന്നത്. തിരുനെൽവേലി, ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത് 20666 ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6:05 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:55 ചെന്നൈ എഗ്മോറിൽ എത്തിച്ചേരുന്നതാണ്. AC ചെയർ കാറിന് 1665 രൂപ, എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 3055 രൂപ എന്നിങ്ങനെയാണ് ഇതിന്റെ നിരക്ക് വരുന്നത്. 8 കോച്ചുകളിൽ നിന്നും 16 കോച്ചുകളിലേക്ക് ഉടനെ മാറുന്ന മറ്റൊരു സർവീസാണ് ട്രെയിൻ നമ്പർ 20707, 20708 സെക്കന്ദരാബാദ് വിശാഖപട്ടണം വന്ദേ ഭാരത് എക്സ്പ്രസ്. ജനുവരി 13 മുതൽ 16 കോച്ചുകളിൽ സർവീസ് ആരംഭിക്കും. 1024 ചെയർ കാർ സീറ്റുകളും 104 എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുമാണ് 16 കോച്ചുകളിലായി ഉണ്ടാവുക. വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 5:05 സെക്കന്ദരാബാദ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട ഉച്ചയ്ക്ക് 1:50 വിശാഖപട്ടണത്തിൽ എത്തുന്നു. AC ചെയർ കാറിന് 1720 രൂപ, എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 3170 രൂപ എന്നിങ്ങനെയാണ് നിരക്ക് വരുന്നത്. 699 കിലോമീറ്റർ ഈ ട്രെയിൻ 8 മണിക്കൂർ 45 മിനിറ്റ് നേരത്തിലാണ് പിന്നിടുന്നത്. അടുത്തതായി വിശാഖപട്ടണം സെക്കന്ദരാബാദ് വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ചാണ്. ട്രെയിൻ നമ്പർ 20708 ആണ് ഇത് വരുന്നത്. വ്യാഴാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 2:30 വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെട്ട 11:25 സെക്കന്ദരാബാദ് എത്തുന്നതാണിത്. AC ചെയർ കാറിന് 1665 രൂപ, എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 3120 രൂപ എന്നിങ്ങനെയാണ് നിരക്ക് വരുന്നത്.